പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജി സുധാകരനോട് ഇനി അനുനയമില്ലെന്ന് സിപിഐഎം. ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയെന്നും ഇനി എന്തിന് അനുനയിപ്പിക്കണമെന്നുമാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ചോദ്യം. അല്ല, ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയല്ലോ. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളത് എന്തിനാ നയിപ്പിക്കാൻ? അദ്ദേഹം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറഞ്ഞ കാര്യമില്ലേ? ഞങ്ങളെന്തിനു നയിപ്പിക്കാനാണ്? അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പിലില്ല. അദ്ദേഹത്തിന് ജനാധിപത്യപരമായി എങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ. അയാൾക്ക് പുതുക്കില്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പോയത് ഞങ്ങളെന്ത് ചെയ്യാനാണ്? ജി സുധാകരൻ പുനരാലോചന നടത്തുന്നതാണ് നല്ലതെന്നും പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. വർഗവഞ്ചകൻ കുലംകുത്തി വിമർശനങ്ങൾ ഏറ്റെടുക്കാതെയായിരുന്നു വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജന്റെ പ്രതികരണം. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിലയിലാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്, സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അത് അത്യന്തം നിർഭാഗ്യകരമാണ്. അദ്ദേഹം പുനരാലോചിക്കുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹം ഇത്രകാലവും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനും നല്ലത്. പാർട്ടി അവഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കൂ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും തള്ളിപ്പറയുക എന്നുള്ളതല്ല CPM കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക. കാരണം ഈ പ്രസ്ഥാനം ശക്തിപ്പെടണം. ഈ പ്രസ്ഥാനത്തിന് ക്ഷീണമുണ്ടാകുന്നത് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണമാണ്. അത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അതേസമയം ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, അമ്പലപ്പുഴ അങ്ങനെ ഒരു ഹോട്ട് സീറ്റായി നിലനിർത്തേണ്ടതില്ല എന്നൊരു നിലയിലേക്ക് സിപിഎം നിലപാട് അല്ലെങ്കിൽ തീരുമാനം വരികയാണ്. അങ്ങനെ ഒരു ഹൈപ്പ മണ്ഡലത്തിനോ ജി സുധാകരനോ നൽകേണ്ടതില്ല. പാർട്ടിയെ വഞ്ചിച്ച് പുറത്തുപോയ ആൾക്ക് ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുത്താൽ മതി. അതിന്റെ കൃത്യമായ രാഷ്ട്രീയമായും ഒക്കെ തന്നെ ഒരു മുൻകൈയുള്ള ഒരു മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയുണ്ട് എന്ന് CPM ഉറച്ച് കരുതുന്നുമുണ്ട്. ജി സുധാകരൻ മത്സരരംഗത്ത് വരുന്നത് ഒരു രീതിയിലും പാർട്ടിയെ ബാധിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസമാണോ അതിന് പിന്നിൽ? ആലപ്പുഴ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് രാജ്യത്ത് തന്നെ വലിയ ഊർജ്ജം നൽകിയ ഒരു ജില്ലയാണ്. ആ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലം ഏറെ നാളുകളായി പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള, തിരിഞ്ഞൊന്നും നോക്കേണ്ടാത്ത സാഹചര്യത്തിൽ വിജയിച്ചു വരുന്ന മണ്ഡലം കൂടിയാണ്. അവിടെ ഇത്തവണ മുൻ മന്ത്രിയായിരുന്ന അവിടെ നിന്ന് വിജയിച്ച ആ അമ്പലപ്പുഴയിലെ തന്നെ പാർട്ടിക്ക് ജീവശ്വാസമായിരുന്ന ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് മാറി പാർട്ടി ഉപേക്ഷിച്ച് സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ഒരു ഹോട്ട് സീറ്റായി അമ്പലപ്പുഴയെ കാണാതിരിക്കാൻ പാർട്ടിക്കാവില്ല. എത്രത്തോളം ആത്മവിശ്വാസത്തിൽ നേതാക്കൾ പ്രതികരണം നടത്തുന്നുണ്ടെങ്കിലും അമ്പലപ്പുഴയിൽ ഇത്തവണ CPM-നെ പേടിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജി സുധാകരൻ വരുമ്പോൾ ഒരു അഴിമതിയുടെയും പിൻബലമില്ലാത്ത, അങ്ങനത്തെ കറ പുരളാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് തികച്ചും വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അവസാനം നടത്തിയ പ്രതികരണം വെച്ച് നോക്കുമ്പോഴും ജി സുധാകരനെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു പാർട്ടി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇനിയും പല കാര്യങ്ങളും ജി സുധാകരനെ തുറന്നു പറയാനുണ്ട്. അതിന് നാളുകൾ അടുക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു ജോലികളിൽ മുന്നോട്ടാണ്. അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള പാർട്ടി അണികളെ അടക്കം ചേർത്ത് വിളിച്ചുകൊണ്ട് ഒരു സംഘം ഉണ്ടാക്കാനുള്ള, ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചാരുമൂട്ടിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയായ ചാരുമൂട്ടിൽ ഇന്ന് CPM-ലെ ഒരു വിഭാഗം ആളുകൾ രഹസ്യയോഗം ചേർന്നിരുന്നു. അത് ജി സുധാകരനെ നേരിൽ കാണാനടക്കമുള്ള തീരുമാനം ആ രഹസ്യയോഗത്തിൽ ഒരു വിഭാഗം ആളുകൾ എടുത്തിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ജി സുധാകരൻ അങ്ങനെ ഒരു രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫ്രെയിം ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുചേരിയിൽ CPM ശക്തമായ സംവിധാനത്തിലൂടെ, പാർട്ടി സംവിധാനത്തിലൂടെ അതിനെയൊക്കെ എതിർക്കാനും അമ്പലപ്പുഴയിൽ കുറച്ചുകൂടി ഈസി വാക്ക് ഓവർ നടത്താനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ജി സുധാകരനെ പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്ന പാർട്ടി അംഗങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ വരും ദിവസങ്ങളിൽ ശക്തമായ പരിപാടികൾ CPM സംഘടിപ്പിക്കും. ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ബഹുജന റാലിയും രാഷ്ട്രീയ വിശദീകരണ യോഗവും അമ്പലപ്പുഴയിൽ ഉണ്ടാകും. നാളെ തന്നെ അത് നടത്താനുള്ള തീരുമാനത്തിലാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ 1-2 ദിവസം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും അധികം വൈകാതെ എന്തുകൊണ്ട് സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയി എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. എന്തായാലും അമ്പലപ്പുഴ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രജി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.